പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും ഇന്ന് ആ വാർത്ത കണ്ടിട്ടുണ്ടാവും. വിഷ്ണുജ എന്ന് പറഞ്ഞ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ള വാർത്ത. ഇത് നമുക്കിപ്പോൾ ഒരു പുതിയ കാര്യമൊന്നുമല്ല. എത്രയോ പെൺകുട്ടികൾ എത്രയോ സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു തുടർക്കഥയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം റീസെൻ്റായിട്ട് കൊണ്ടോട്ടിലൊരു പെൺകുട്ടി നിറം പോരാ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പേരിൽ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. വിഷ്ണുജയുടെ കേസ് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഷോക്കാവാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വിഷ്ണുജയുടെ വീട് പൂക്കോട്ടുംപാടത്താണ് എന്ന് ന്യൂസിൽ പറയുന്നത് കേട്ടപ്പോഴാണ്. പൂക്കോട്ടുംപാടം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൊരു സ്ഥലമാണ്. മിക്കവാറും പല ആവശ്യങ്ങൾക്ക് ഞാൻ സ്ഥിരമായി പോകുന്നൊരു സ്ഥലമാണ് ഈ പൂക്കോട്ടുംപാടം. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ആ വീട്ടിൽ പോകണം എന്നുള്ളതും കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളതെന്ന് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതും രാവിലെ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയോട് കൂടി ഞാൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുവിധം ആളുകൾക്ക്, വിഷ്ണുജയുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക്, അയൽവാസികൾക്ക് പലർക്കും എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അവരൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു ആത്മഹത്യയാണ് എന്ന് അവരാരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറയുന്നു വിഷ്ണുജ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. ആ കുട്ടി വളരെ ധൈര്യമുള്ള കുട്ടിയാണ്, വളരെ സ്മാർട്ടാണ്, കാര്യങ്ങൾ എങ്ങനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാവുന്നൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. മാത്രമല്ല ഇവർ മറ്റൊരുപാട് റീസൺസ് കൂടി പറയുന്നുണ്ട്. ഈ കുട്ടി അന്നത്തെ ദിവസം വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇരുന്ന കുട്ടിയാണ്, വീട്ടിലേക്ക് വരും എന്ന് ഫോൺ ചെയ്ത് അറിയിച്ചൊരു കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞൊരു കുട്ടി 5 മണിയാകുമ്പോഴത്തേക്കും സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പ്ലാനുള്ളൊരു കുട്ടി രാവിലെ വിളിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് വരും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സംസാരിച്ചൊരു പെൺകുട്ടി. ഈ മരണ അറിയിപ്പ് കിട്ടിയതിന് ശേഷം വിഷ്ണുജയുടെ വീട്ടുകാർ അവിടെ എത്തി. മരണം നടന്ന സ്പോട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച, വിഷ്ണുജയുടെ ശരീരമാകെ ഉറുമ്പരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറുമ്പരിക്കണം എന്നുണ്ടെങ്കിൽ ആ മരണം നടന്നിട്ട് ഒരുപാട് സമയം ആയി എന്നുള്ളതാണ്. അപ്പോൾ സംഭവമൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ വിഷ്ണുജയുടെ വീട്ടുകാരെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇയാൾ വളരെ ക്രൂരമായിട്ട് വിഷ്ണുജയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് വിഷ്ണുജയുടെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള പെൺകുട്ടികൾ മാതാപിതാക്കളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, ബൈക്കിൽ കയറ്റിലായിരുന്നു. അത് അച്ഛനും അമ്മാവനൊക്കെ സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇയാളെ കുട്ടി ഒരിക്കലും ബൈക്കിൽ കയറ്റിയിട്ട് യാത്ര ചെയ്യില്ല. അതിനുള്ള കാരണം പറയുന്നത് വെച്ചാൽ ഭംഗി പോരാന്നാണ്. കുട്ടിക്ക് ഭംഗി പോരാ, അയാളുടെ അത്രയും ഭംഗിയില്ല, അതുകൊണ്ട് കുട്ടിയെ എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്നുള്ളത്. മാത്രമല്ല ജോലിയില്ല. അപ്പോൾ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, ഇനിയും ടെസ്റ്റുകൾ എഴുതി ജോലി വാങ്ങാവുന്ന ഒരു പ്രായമാണ്. പക്ഷെ ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വല്ലാത്ത രീതിയിൽ മാനസിക പീഡനം നടത്തുകയും ശാരീരികമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഈ മരിച്ച ദിവസം പെൺകുട്ടി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു, ആ ദിവസം ഇയാൾ ലീവ് എടുത്ത് അന്നത്തെ ദിവസം വീട്ടിലുണ്ടായിരുന്നു. അടുത്ത പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ശരിക്കും കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. എനിക്ക് വല്ലാത്ത വേദന തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ മുതൽ ന്യൂസ് ചാനലുകൾ വാർത്ത കൊടുക്കുന്നത് പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന്? ഓക്കെ, കൊലപാതകമാണോ എന്ന് ഉറപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ ആത്മഹത്യയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അതിലൊരു ന്യായമുണ്ട്, കേൾക്കാം. പക്ഷെ ആത്മഹത്യയാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരു പക്ഷെ അതൊരു കൊലപാതകമാണെങ്കിൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതികേടാണ്. അതൊരു ആത്മഹത്യയാണ് നമ്മുടെ പ്രഖ്യാപനം. അതേപോലെ തന്നെ
ആ കൊല ചെയ്ത വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള അവസരം നമ്മൾ തുടക്കം മുതൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതൊരു കൊലപാതകമല്ല, അയാൾ കൊല ചെയ്തതാണെങ്കിലും അതൊരു കൊലപാതകമല്ല എന്ന് ഇത്രയും ചാനലുകൾ പ്രഖ്യാപിക്കുമ്പോൾ പൊതുജനം അത് വിശ്വസിക്കുകയാണ്, പോലീസ് അത് വിശ്വസിക്കുകയാണ്. പോലീസ് അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുബോധം അല്ലെങ്കിൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് പോലീസിനെയും ജുഡീഷ്യറിയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതോടുകൂടി അതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ ആ പ്രതി അതോടുകൂടി രക്ഷപ്പെടുകയാണ്. ഇപ്പം ഇന്ന് വിഷ്ണുജയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതും ഇതൊരു കൊലപാതകം തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, കാരണം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എന്നാൽ പോലും ഇത് ആത്മഹത്യയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നതൊന്ന് അവസാനിപ്പിക്കണം. ഇത് 99% ഇതൊരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഞാനിവിടെ വിഷ്ണുജയുടെ അമ്മാവനോടും അച്ഛനോടും തൊട്ടടുത്ത വീട്ടിലെ വളരെ അടുപ്പമുള്ള ഈ വിഷ്ണുജയായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ചേച്ചി, അവരോടൊക്കെ സംസാരിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഇതിൻ്റെയോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കാണും. പിന്നെ നമ്മളെ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്. ഏത് കാര്യങ്ങളും സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ സാമർഥ്യമുള്ളൊരു കുട്ടിയാണ്. കാരണം ഈ ഇഷ്യൂസൊക്കെ പല വിവരങ്ങളും പല സ്ഥലത്തു നിന്ന് കേൾക്കുമ്പോഴും അവരോട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് സോൾവ് ചെയ്തോളാം, വേറെ മൂന്നാമതൊരു പാർട്ടി അതിൽ ചിലൊരു വ്യക്തികൾ ഇടപെടേണ്ട എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യമില്ല. കാരണം അവർ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഞാനവിടെ ബോഡി നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ റൂമിൽ കയറിയിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പോലും അവരുടെ നെറ്റിയിൽ ചന്ദനക്കുടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണം ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 5:30 മണിക്കാണ് ഞങ്ങളവിടെ എത്തുന്നത്. ആ സമയത്ത് കുട്ടിയുടെ ദേഹത്ത് മുഴുവൻ ഉറുമ്പരിച്ച നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഏതാണ്ട് സമയങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിവരം അവർ അറിയിക്കുന്നത്. ആ സമയത്തും കുട്ടിയുടെ ശരീരത്തിൽ ഉറുമ്പരിച്ച നിലയിൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം വൈകിട്ടാണ് ഞങ്ങളെ അറിയിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവർ വാതിൽ പൊളിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്. കാരണം വാതിൽ പൊളിക്കുന്നതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ല, സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ചെയ്യുന്നതിന് പകരം അവർ ചെയ്തത് നേരെ സ്വന്തം ചേച്ചീനെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷ്ണുജ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന പ്രവണതയാണ് കണ്ടത്. പിന്നെ നമ്മളവിടെ ചെന്നതിന് ശേഷമാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആത്മഹത്യക്ക് യാതൊരു സാധ്യതയില്ലാത്ത ഒരു കുട്ടിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുള്ളതാണ്. ഈ കാര്യത്തിൽ വേറെ ആരും ഇടപെടേണ്ടെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഞാൻ തന്നെ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ആളെ പറഞ്ഞ് റെഡിയാക്കിക്കൊള്ളാമെന്ന് അവസാന നിമിഷം വരെ അത് കൂട്ടുകാരികളോടൊക്കെ അവർ പറയുന്ന സമയത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ചേട്ടനെ എനിക്ക് ശരിയാക്കാൻ അറിയാമെന്നുള്ളൊരു രീതിയിലായിരുന്നു അവൾ നിന്നിരുന്നത്. നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പിന്നെ അന്നേ ദിവസം ഇങ്ങോട്ട് വരാനിരുന്ന കുട്ടിയാണ്. അങ്ങനെ വരാനിരിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കൊലപാതകമാണെന്ന് തന്നെ വിശ്വസിക്കുന്നത് മുഴുവൻ. കാരണം ആ സമയത്ത് അന്നേ ദിവസം അയാൾ അവിടെ ലീവിലുണ്ട്. അവിടെ ലീവിലാണ്, ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിട്ടില്ല. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആൾ ആ സമയത്ത് അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് അയാൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുവരെ അയാൾ എവിടേക്കാണ് മാറി നിന്നറിയില്ല. എന്തായാലും മണിക്കൂറുകളോളം ഈ നിലയിൽ അത് കിടന്നിട്ടുണ്ട്. ഏത് സമയത്താണ് മരണം സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാൻ പറ്റും. കാരണം ഞങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഉറുമ്പരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര സമയത്തിന് ശേഷമാണ് ഉറുമ്പരിച്ചതെന്നൊന്നും എങ്ങനെയായാലും എത്ര സമയം കൊണ്ട് വരുമെന്നൊന്നും അതിൻ്റെ ശാസ്ത്രീയതയൊന്നും നമുക്കറിയില്ല. അപ്പോൾ നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളൊരു കുട്ടിയല്ല. കാരണം അവരുടെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ 3 പെൺമക്കളുള്ളതിൽ ഏറ്റവും ഇളയതാണ്. വളരെ സാമർഥ്യമുള്ളൊരു കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് പോലും ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിപ്രായം പറയുന്ന തരത്തിലുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ലാന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഇനി അന്വേഷണ വിധേയമായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. ആത്മഹത്യ അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്ങനെയാണ് ഒരു ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 ഒരു മാസം കഴിഞ്ഞപ്പോൾ
തന്നെ ഇവൻ പറയൽ തുടങ്ങി. അതായത് എൻ്റെ ജോലി കണ്ടിട്ട് നീ വരണ്ട, നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കുക, എൻ്റെ ജോലി കണ്ടിട്ട് നീ എൻ്റെ പിറകെ വരണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു കല്യാണം കഴിക്കുന്നതിന് മുന്നേ അറിയാമല്ലോ കുട്ടിക്ക് ജോലി അതായത് എന്താ പറയുക, ഇപ്പോൾ ഈ 2 ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഈ കോപ്പറേറ്റീവിൻ്റെ ബോർഡിൻ്റെ 2 എക്സാമുകൾ എഴുതിയിട്ട് അതിലൊന്നും ഇവൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അതോടുകൂടി പറയൽ തുടങ്ങി. അപ്പോൾ പറയൽ തുടങ്ങി. പിന്നെ ബൈക്കുമ്മലോ എന്തെങ്കിലും ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഒക്കെ ബസ്സിലാണ് ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഒക്കെയാണ് വരുന്നത്. എപ്പോഴെങ്കിലും വരുന്നത്. അപ്പോഴൊക്കെ ഇവള് ബസ്സിൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ബൈക്കുമ്മൽ കൊണ്ടുപോകാനുള്ള ഇതില്ല, അതായത് സൗന്ദര്യമില്ല. ബൈക്കിൽ കയറ്റണമെങ്കിൽ കുറച്ചുകൂടെ സൗന്ദര്യം വേണം. അതായത് പിന്നെ ആരോഗ്യമില്ല, ജോലിയില്ല. അതൊക്കെയാണ് നിരന്തരം പീഡിപ്പിക്കൽ എൻ്റെ കുട്ടീനെ, മാനസികമായിട്ടും ശാരീരികപരമായിട്ടും നിരന്തരം. അതായത് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങളൊന്നും അച്ഛൻ എന്നുള്ള ആൾക്ക് ഞാൻ അറിയുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം അവളോട് ചോദിച്ചു, ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂസുകൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഞാനതിൽ ഇടപെടണമെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞു അച്ഛൻ ഇടപെടണ്ട, അച്ഛൻ 3ാമതൊരാൾ ഇടപെട്ടാൽ പ്രശ്നമാണ്, അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്യും. അപ്പോൾ എനിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അവൾ എല്ലാ കാര്യത്തിലും ഒരു ധൈര്യവും ഒരു ഓൾഡായ ഒരു കുട്ടിയാണ്. എൻ്റെ 3 മക്കളിൽ ചെറിയ മോളാണ്. എന്നാലും അവൾ നല്ലൊരു സാമർത്ഥ്യം, നല്ലൊരു ധൈര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ അച്ഛൻ ഇടപെടേണ്ട സന്ദർഭം വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നത്. അതായത് മറ്റേ അത്രയ്ക്ക് മനക്കരുത്തുള്ളൊരു കുട്ടിയായിരുന്നു. അവൾ ഒരിക്കലും ആത്മഹത്യക്ക് അവൾ പോവില്ല. അല്ലാതെ എന്തോ സംഭവിച്ചാന്നുള്ളതാണ്. കൊലപാതകമാണ് നിങ്ങൾ സംശയിക്കുന്നത്? സംശയിക്കുന്നുണ്ട്, കൊലപാതകം തന്നെയാണ്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സുമാദേവി. സുമാദേവി. തൊട്ടയൽവക്കത്തെ വീടാണ് അല്ലേ? തൊട്ടയൽവക്കത്തെ വീടാണ്. ആണ്. ചെറുപ്പം മുതലേ ഈ കുട്ടിയെ അറിയുന്നതാണ്. നല്ല ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്, മിടുക്കിയാണ് അവള്. ഞാൻ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മോളാണത്. ഒരിക്കലും അവളൊരു ആത്മഹത്യ ചെയ്യില്ല, അങ്ങനെയുള്ളൊരു പ്രകൃതമാണ്. പഠിക്കാനും മിടുക്കിയാണ്. അവൾ ഈ അടുത്താണ് HDFC ബാങ്ക് കോഴ്സൊക്കെ കഴിഞ്ഞ കുട്ടി. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിഞ്ഞത്. അവനൊരു ക്രിമിനൽ സ്വഭാവമുള്ളതും, കല്യാണം കഴിഞ്ഞ ശേഷം അവൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തരത്തിലും അവളെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല, അവനൊരു തരത്തിലും കൊണ്ടുപോയിട്ടില്ല. എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ യാത്ര പോകലും ഇതൊക്കെ അല്ലേ. പക്ഷേ അവന് ആ ഒരു ഇതിനൊന്നും താല്പര്യപ്പെട്ടിട്ടില്ല. അവൾക്ക് നിന്നിട്ടില്ല വരെ കൊണ്ടുപോവുക എപ്പോഴെങ്കിലും. എങ്ങനെയാ വിഷ്ണുജയ്ക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാ? അവളുടെ കൂട്ടുകാരികളുടെ പറഞ്ഞ അറിവാണ്. നമ്മളോട് നേരിട്ട് വിഷ്ണുജ പറഞ്ഞിട്ടില്ല. അവള് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തണ്ട വിചാരിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ കൂട്ടുകാരികളോടാണ്, അടുപ്പുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരികളോടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ആ കൂട്ടുകാരികളാണ് പറഞ്ഞത് വിഷ്ണുജയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവള് വഴക്ക് പറയുമ്പോൾ, ഹസ്ബൻഡ് മിക്കവാറും വഴക്ക് പറയുമ്പോൾ കുളിമുറി പോയിരുന്നിട്ട് കരഞ്ഞിട്ടാണ് കുട്ടി ഓരോന്ന് പറയും, കൂട്ടുകാരോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ അച്ഛനും അമ്മയും വിഷമിപ്പിക്കേണ്ട, മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി സഹിച്ചത്. കേട്ടാൽ ശരിയാവും. അവൾക്ക് ജോലി ഇല്ലാത്തൊരു ഇത് കുറവ് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ സ്ത്രീധനം പോരാ എന്നുള്ള പറയുന്നുണ്ടായിരുന്നു അവന്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ അവൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ആ കുട്ടി അതിന് വേണ്ടിയിട്ടാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ബാങ്ക് കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നു. അവൾ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യില്ല. ഉറപ്പാണ്. അതന്നെയാണ് വീട്ടുകാരും പറയുന്നത്. അവർക്ക് ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകം തന്നെയാണ് തന്നെയാണ് വീട്ടുകാരും പറയുന്നത്. അതെ അതെ. അമ്മമ്മ വിഷ്ണുജയെ കുട്ടിയായിരുന്നപ്പോൾ കുറേ നോക്കിയതാണല്ലേ? കുട്ടിയെന്നാണ് അവളെ അമ്മ ന്യൂസില്ലാത്തപ്പോൾ ഇവിടെ വന്ന് വളരും, കിടക്കും, ഉറങ്ങും, ഭക്ഷണം കൊടുക്കും, തേക്കും കുളിപ്പിക്കും, ഉറക്കുകയൊക്കെ ചെയ്താൽ ഞാൻ. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു വീട്ടിൽ അല്ലേ? നല്ല സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരോടും പെരുമാറാനും എല്ലാം നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണ്. കുട്ടി. ഒരിക്കലും ഞങ്ങൾക്ക് അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിച്ചിട്ടില്ല. ഒരു കൊലപാതകം തന്നെ ആവാനാണ് കൊലപാതകം തന്നെയാണ്.